എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിലെ ശാന്തമായ കാടുകൾക്കുള്ളിലാണ് ഈ മേഖലയിലെ ജൈന പൈതൃകത്തിന്റെ തിരുശേഷിപ്പായി കരുതപ്പെടുന്ന പുരാതന കല്ല് ഭഗവതി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകം. ഈ വാസ്തുവിദ്യാ വിസ്മയം ചരിത്രത്തിന്റെയും നിഗൂഢതയുടെയും പുരാണങ്ങളുടെയും സവിശേഷമായ മിശ്രിതമാണ്. മേത്തല എന്ന മനോഹരമായ ഗ്രാമത്തിൽ 28 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഒരു വനത്തിന്റെ നടുവിൽ ഈ ക്ഷേത്രം BC 3-ാം നൂറ്റാണ്ടിലേതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് ഇത് ഒരു കാലത്ത് കേരളത്തിലെ പ്രധാന ജൈനക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു. തീർത്ഥങ്കരായ പാർശ്വനാഥൻ, വർദ്ധനം മഹാവീരൻ, പത്മാവതി ദേവി തുടങ്ങിയ ദേവന്മാരുടെ സാന്നിധ്യം അതിന്റെ ജൈന സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. ക്ഷേത്രം മാനേജർ അനിൽ കുമാർ പറയുന്നു, ഈ പുണ്യസ്ഥലത്ത് ജൈന സന്യാസിമാർ തപസ്സനുഷ്ഠിച്ചിരിക്കാമെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ദുർഗാദേവിയും ശിവനും വിഷുവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെന്ന് ക്ഷേത്രം പൂജാരി അഭിരാം PN വിശദീകരിക്കുന്നു. പിന്നെ ശ്രീചക്രമുണ്ട്. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ബ്രഹ്മാവ് കൊത്തിയെടുത്തു. ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെ വടക്കോട്ട് ദർശനമുള്ള വിഗ്രഹങ്ങൾ ഉണ്ട്. ശിവൻ, ദുർഗ, വിഷ്ണു എന്നിവരുടെ ആരാധനകൾ ഒരേ ശ്രീകോവിലിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് തികച്ചും അസാധാരണമാണ്. 75 അടി നീളവും 45 അടി വീതിയും 25 അടി ഉയരവുമുള്ള ഗുരുത്വാകർഷണ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് വായുവിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണപ്പെടുന്ന ഒരു ഏകശിലാപാറയുടെ അസാധാരണമായ കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ നിഗൂഢമായ ആകർഷണം. ഇതിനെ നിലവുമായി ബന്ധിപ്പിക്കുന്നതിന് ദൃശ്യമായ പിന്തുണകളൊന്നുമില്ല. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി EM ശങ്കരൻ നായർ പറയുന്നു, 120 പടികൾ ഉള്ള പറക്കൽ ഗുഹാക്ഷേത്രത്തിലേക്കാണ് നയിക്കുന്നത്. ആ കൂറ്റൻ പാറ നിഗൂഢമായി വായുവിൽ തൂങ്ങിക്കിടക്കുന്നതുപോലെ തോന്നുന്നു. ഐതിഹ്യമനുസരിച്ച് വളരെക്കാലം മുമ്പ് ചില വനവാസികൾ അതിമനോഹരമായ ഒരു പെൺകുട്ടിയെ വലിയ കല്ലുകൾ ഉപയോഗിച്ച് മനോഹരമായി കളിക്കുന്നത് കണ്ടു. കൗതുകത്തോടെ അവർ അവളെ സമീപിച്ചു. എന്നിരുന്നാലും അവൾ കളിച്ചുകൊണ്ടിരുന്ന കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട ഒരു ഗുഹയിലേക്ക് അവൾ അപ്രത്യക്ഷനായി. അതാണ് കല്ലിൽ ഭഗവതിയുടെ കഥയെന്ന് ശങ്കരൻ പറയുന്നു. അവൾ എറിഞ്ഞ ഒരു പാറ അന്തരീക്ഷത്തിൽ മരവിച്ചു. ഇറങ്ങി വന്നത് ദേവിയുടെ പുണ്യസങ്കേതമായി. ഇവിടെയും ആനപ്പാറയ്ക്ക് പിന്നിലും സമാനമായ ഒരു കഥയുണ്ട്. എല്ലാ വർഷവും മലയാള മാസമായ വൃശ്ചികത്തിലെ കാർത്തിക നാളിലാണ് ഉത്സവം ആരംഭിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു പെൺ ആനയാണ് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു പെൺ ആനയെ ഘോഷയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ഒരു കൊമ്പനെ കൊണ്ടുവന്നപ്പോൾ ദേവിക്ക് അനിഷ്ടം തോന്നി അതിനെ പാറയാക്കി മാറ്റി. അഭിരാം പറയുന്നു, ദേവിക്കുള്ള വഴിപാടുകളും അതുല്യവും രസകരവുമാണ്. ശങ്കരൻ കൂട്ടിച്ചേർക്കുന്നു, ചൂൽ നേർച്ച, ചൂൽ വഴിപാട് ആണ് ഒന്ന്. ലോഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ കത്തി പോലെ വെറും കൈകൊണ്ട് ചൂൽ ഉണ്ടാക്കണം. ചില സ്ത്രീകൾ മുടി വളർച്ചയ്ക്കായി ഇത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് കല്ല് നേർച്ച, കല്ല് വഴിപാട്. കെട്ടിടങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നുള്ള കല്ലുകൾ വാഗ്ദാനം ചെയ്യുന്നു.